ഒരാഴ്ച വ്യത്യാസത്തിൽ 2 തവണ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ച പേര്. ഒന്നൊരു എക്സ്ട്രീം പോസിറ്റീവ് വാർത്തയാണെങ്കിൽ മറ്റൊന്ന് ഒരു അൾട്ടിമേറ്റ് നെഗറ്റീവ് വാർത്തയിൽ. നാഷണൽ ടീം പരിശീലകന്റെ ഗുഡ് ബുക്കിൽ കയറേണ്ട സമയത്ത് മൊത്തം ഫുട്ബോൾ ഫാൻസിന്റെ ഹെയ്റ്റ് ബുക്കിൽ പേരെഴുതിയ താരം നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. ആദ്യ കഥ നടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്, ഏപ്രിൽ മാസം 29-ന്. കോൺമെബോൾ സുഡാമേരിക്കയിലെ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ സാന്റോസ് അർജന്റീൻ ക്ലബ്ബ് സാൻ ലോറൻസോയെ നേരിടുന്നു. മത്സരത്തിന് മുന്നോടിയായി ടണലിലൂടെ മൈതാനത്തേക്ക് ഇറങ്ങാൻ താരങ്ങൾ തയ്യാറെടുക്കുമ്പോൾ പ്ലെയർ എസ്കോർട്ടായി നിന്ന കുട്ടികളിൽ ഒരാൾ അതിയായ സന്തോഷവാനായിരുന്നു. നിറഞ്ഞൊഴുകുന്ന തൻ്റെ കണ്ണിനെയും തൻ്റെ ഉള്ളിലെ സന്തോഷത്തെയും പിടിച്ചു നിർത്താൻ അവൻ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു. കാരണം ഈ മത്സരത്തിൽ അവൻ മൈതാനത്തേക്ക് അനുഗമിക്കാൻ പോകുന്നത് തൻ്റെ പ്രിയ താരമായ സാക്ഷാൽ നെയ്മറിനെയായിരുന്നു. കരഞ്ഞിയ കണ്ണുമായി തൻ്റെ തൊട്ടടുക്കൽ നിന്ന ആ പയ്യനെ നെയ്മർ ചേർത്ത് പിടിക്കുകയും തുടർന്ന് അവനോട് സംസാരിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടു. അതിന് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഫ്രാൻസിനെതിരെ നടന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ തോറ്റപ്പോൾ ഗാലറിയിൽ നിന്നും പ്രായഭേദമന്യേ ആരാധകർ വിളിച്ചാർത്തത് ഇതേ നെയ്മറിൻ്റെ പേരായിരുന്നു. ഈ 2 സംഭവങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പ്, നെയ്മർ എന്നത് ബ്രസീലുകാർക്ക് കേവലം ഒരു ഫുട്ബോളറല്ല, അയാൾ തലമുറകളുടെ നായകനാണ്. അന്ന് ആ മത്സരം സാന്റോസ് സമനിലയിൽ പിരിയുകയും മത്സരത്തിലെ നെയ്മറിൻ്റെ മോശം പെർഫോമൻസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ വെറും ആഴ്ചകളുടെ ദൂരത്തിരിക്കെ നെയ്മർ അൻസലോട്ടിയുടെ അവസാന ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന തരത്തിൽ പോലും വാർത്തകൾ സജീവമായി. എങ്കിലും തുടർന്നുള്ള കളികളിൽ മികവ് കാട്ടി താരം ദേശീയ ടീമിലേക്ക് ഒരു കംബാക്ക് നടത്തുമെന്ന് ആരാധകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ആ വാർത്ത ആ മോഹങ്ങളെല്ലാം തല്ലിക്കെടുത്തുന്നതായി. ഈ സീസണിൻ്റെ തുടക്കത്തിൽ നെയ്മറിനൊപ്പം സാന്റോസിൽ ചർച്ചയായ പേരായിരുന്നു റോബ്സൺ ഡി സൂസ ജൂനിയർ എന്ന റൊബീനിയോ ജൂനിയറിൻ്റേത്. നെയ്മറിന്റെ മുൻ സഹതാരവും സാന്റോസിന്റെ ഒരു കാലത്തെ മികച്ച താരങ്ങളിൽ ഒരാളുമായ റൊബീനിയോയുടെ മകൻ. അച്ഛൻ്റെയും മകൻ്റെയും ഒപ്പം കളിച്ച നെയ്മറിന്റെ ലോങ്ടിവിറ്റിയെക്കുറിച്ചെല്ലാം അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകൾ നിറഞ്ഞിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വീണ്ടും അതേ 2 പേരുകൾ ഒന്നിച്ച് ഒരു ചർച്ചാ വിഷയമാവുകയാണ്. പരിശീലന സെഷനിൽ നെയ്മർ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും ടീം വിട്ടുപോകണമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടി റോബ്സൺ സാന്റോസ് മാനേജ്മെന്റിന് മുന്നിൽ ഒരു പരാതി സമർപ്പിച്ചു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ട്രെയിനിങ് സെഷനിൽ 18-കാരനായ റോബ്സൺ നെയ്മറിനെ പലതവണ ഡ്രിബിൾ ചെയ്തുവെന്നും ഇതിൽ പ്രകോപിതനായാണ് താരം യുവതാരത്തെ ആക്രമിച്ചതെന്നുമാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരാതിന്മേൽ ഉടൻ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ച ക്ലബ്ബ് നെയ്മർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ താരത്തിന്റെ കരാർ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ നടപടികളിലേക്ക് കടക്കുമെന്നാണ് വാർത്തകൾ പറയുന്നത്. സംഭവത്തെപ്പറ്റി നെയ്മറിനോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും മൗനം തുടരാനായിരുന്നു താരത്തിൻ്റെയും അടുത്ത വൃത്തങ്ങളുടെയും തീരുമാനം. 1/4 നൂറ്റാണ്ടോട് അടുക്കുന്ന ബ്രസീലിന്റെ ലോകകപ്പ് വരൾച്ചയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇറ്റലിക്കാരൻ കാർലോ അൻസലോട്ടിയെ അവർ പരിശീലക കുപ്പായം ഇടിച്ചു നിർത്തിയത്. എന്നാൽ ആ വരവിന് ശേഷം പുതിയ പല പേരുകൾ കാനറി കുപ്പായത്തിൽ കണ്ടെങ്കിലും നെയ്മർ ജൂനിയർ എന്ന ഇതിഹാസ താരത്തിന് ഒരിക്കൽ പോലും വിളിയെത്തിയിട്ടില്ല. ഫിറ്റ്നസ് തന്നെയാണ് ഇക്കാര്യത്തിൽ നെയ്മറിന് വെല്ലുവിളിയാവുന്നത്. ഇമോഷണൽ സെലക്ഷൻ അല്ല തൻ്റെ രീതിയെന്നും മെറിറ്റ് ബേസിലെ താൻ ലോകകപ്പിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കുമെന്നും നേരത്തെ പ്രഖ്യാപിച്ച അൻസലോട്ടിക്ക് മുന്നിലേക്കാണ് നെയ്മറിൻ്റെ ഈ വാർത്ത വരുന്നത്. തൻ്റെ അവസാന ലോകകപ്പിന് ഒരുങ്ങുന്ന സൂപ്പർ താരത്തെ ടീമിലേക്ക് പരിഗണിക്കുന്നതിൽ ഒരുപക്ഷെ അൻസലോട്ടി ഈ വാർത്ത ഒരു അളവുകോലാക്കാൻ സാധ്യതയുണ്ട്. കാരണം ലോകകപ്പിലെത്തുമ്പോൾ ടീമിലെ എല്ലാവർക്കും ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ ഒരാൾക്കെങ്കിലും വീഴ്ച വന്നാൽ അത് ആ ടീമിനെ ഒന്നാകെ ബാധിക്കും. എന്ത് തീരുമാനമാവും അൻസലോട്ടി എടുക്കുക? ഫോം മാത്രം അളവുകോലാക്കി ഒരു കടുവട്ടി തീരുമാനത്തിലേക്ക് അയാൾ കടക്കുമോ? അതോ ആരാധക വികാരം കണക്കിലെടുത്ത് നെയ്മർ ഉള്ള ഒരു ഫൈനൽ ലിസ്റ്റ് ആകുമോ പുറത്തു വരിക? കാത്തിരിക്കാം.